നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ഇന്ന് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ദേശീയ ടീം അദ്ദേഹത്തിൻ്റെ ദേശീയ ടീം വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായ സമയത്തൊരു പ്രസ്താവന നടത്തിയിരുന്നു. ദേശീയ ടീമിനോടൊപ്പം ഞാനും 3 കിരീടങ്ങൾ ചൂടിയിട്ടുണ്ട്. 2016 ഞാൻ യൂറോ കപ്പ് നേടിയിട്ടുണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വേൾഡ് കപ്പിൻ്റെ മാനങ്ങളുള്ള കിരീടമാണ്, വേൾഡ് കപ്പിന് തുല്യമായ കിരീടമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ മാത്രമല്ല, നേരത്തെയും ക്രിസ്ത്യാനോ ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്. വേൾഡ് കപ്പിന് സമാനമാണ് യൂറോ കപ്പ്, അതിന് സമാനമായ ഡിഫിക്കൽട്ടുള്ള ടൂർണമെൻ്റാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ഒരു യാഥാർത്ഥ്യമാണോ? യൂറോ കപ്പ് വേൾഡ് കപ്പിന് സമാനമായിട്ടുള്ളതാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് വേൾഡ് കപ്പിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റേജുകൾ ക്വാർട്ടർ ഫൈനൽ മുതൽ അങ്ങോട്ടൊക്കെ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന ടീമുകൾ ഏതാണ്? അപ്പോൾ ഈ വേൾഡ് കപ്പിൽ നമ്മൾ നോക്കിയാൽ ഇപ്പോൾ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയിട്ടുള്ള 8 ടീമുകളിൽ 6 ടീമുകളും യൂറോപ്യൻ ടീമുകളാണ്. അപ്പോൾ അതിൽ യൂറോപ്യന്മാരല്ലാത്ത ടീം ഇപ്പോൾ നോക്കുക: ഫ്രാൻസ്, സ്പെയിന്, ബെൽജിയം, ഇംഗ്ലണ്ട്, നോർവേ, സ്വിറ്റ്സർലൻഡ്. 6 ടീമുകൾ യൂറോപ്യന്മാരാണ്. അവരല്ലാത്ത 2 ടീമുകളുള്ളത് മൊറോക്കോയും അർജൻറ്റീനയും മാത്രമാണ്. അതായത് ആഫ്കോണിൽ നിന്നുള്ള മൊറോക്കോ, അത് എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള മൊറോക്കോ, അതുപോലെ തന്നെ കോൺമബോളിൽ നിന്നുള്ള അർജൻറ്റീന. ബാക്കി 6 ടീമുകളും യൂറോപ്യന്മാരാണ്. ഇനി കഴിഞ്ഞ വർഷമാണെങ്കിലോ 2022 ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ്. ഈ മൊറോക്കോയും അർജൻറ്റീനയും കൂടാതെ ക്വാർട്ടർ ഫൈനലിലേക്ക് ബ്രസീൽ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ 5 ടീമുകൾ അപ്പോഴും യൂറോപ്യന്മാരായിരുന്നു. അതായത് യൂറോപ്യൻ ടീമുകളുടെ ഒരു ആധിപത്യം നമ്മൾ കൃത്യമായിട്ട് വേൾഡ് കപ്പ് കാണുന്നുണ്ട് ക്വാർട്ടർ ഫൈനലൊക്കെ ഇമ്പോർട്ടൻറ്റ് സ്റ്റേജിലേക്ക് വരുമ്പോൾ. അപ്പോൾ യൂറോ കപ്പിന് ഏതാണ്ട് തുല്യമാണ് എന്നുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു വാദത്തിന് വേണ്ടി വേണമെങ്കിൽ സാധൂകരിക്കുന്ന കാര്യങ്ങളാണിത് എന്ന് പറയേണ്ടി വരും. ഇതിനു മുമ്പ് യൂറോപ്യന്മാരുടെ ആധിപത്യം ഈ ക്വാർട്ടർ ഫൈനലിൽ കുറഞ്ഞത് 2010 പറയേണ്ടി വരും. അന്ന് സൗത്ത് ആഫ്രിക്കൻ വേൾഡ് കപ്പിൽ 4 സ്പോട്ടുകൾ കോൺമബോളിലെ ടീമുകൾ ക്വാർട്ടർ ഫൈനലിൽ സെക്യൂർ ചെയ്തിരുന്നു. അതായത് ബ്രസീലും അർജൻറ്റീനയും ഉറുഗ്വായും പരാഗ്വയും. അതേസമയം ആഫ്രിക്കയിൽ നിന്ന് ഘാന. അങ്ങനെ 5 ടീമുകൾ. ബാക്കി 3 മാത്രമാണ് 2010 ക്വാർട്ടർ ഫൈനലിൽ യൂറോപ്യന്മാരുണ്ടായിരുന്നുള്ളൂ. പക്ഷേ യൂറോപ്യൻ ഫൈനലാണ് കണ്ടത്. സ്പെയിനും നെതർലൻഡ്സും തമ്മിൽ ഏറ്റുമുട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മളിത് നോക്കുകയാണെങ്കിൽ ഈ രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 2006 മുതൽ ഇങ്ങോട്ട് എടുത്താൽ അവിടെ അർജൻറ്റീന ഒരു തവണ നേടിയതല്ലാതെ ബാക്കി സമയത്തൊക്കെ യൂറോപ്യന്മാർ തന്നെയാണ് കപ്പ് നേടിയത്. 2006 ഇറ്റലി, 2010 സ്പെയിന്, 2014 ജർമ്മനി, 2018 ഫ്രാൻസ്, ഈ 2022 അർജൻറ്റീന നേടിയത് മാത്രമാണ് വ്യത്യാസം. അപ്പോൾ നമ്മൾ ഈ ക്വാർട്ടർ ഫൈനലിൽ ഒരു 2010 മുതലുള്ള കണക്കെടുത്താൽ കൃത്യമായിട്ട് യൂറോപ്യൻ ആധിപത്യം കാണാൻ പറ്റും. 2010 3 യൂറോപ്യന്മാർ, 8 ക്വാർട്ടർ ഫൈനലിസ്റ്റുകളിൽ 3 യൂറോപ്യന്മാരുണ്ടായത് 2010. 2014 8 ടീമുകളിൽ നിന്ന് 4 യൂറോപ്യന്മാരുണ്ടായിരുന്നത്. 2018 8 6 യൂറോപ്യന്മാരായിരുന്നു. 2022 8 5 യൂറോപ്യന്മാരായിരുന്നു. 2026 ഇപ്പോൾ 8 6 യൂറോപ്യന്മാരാണ്. അപ്പം അതുകൊണ്ട് യൂറോ കപ്പിൽ ഇതേ ടീമുകളൊക്കെ തന്നെയാണ് മുട്ടാറുള്ളത്. അതുപോലെയൊക്കെ തന്നെയാണ് ഓൾമോസ്റ്റ് വേൾഡ് കപ്പിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റേജുകളിൽ വരുന്നത്. ക്രിസ്ത്യാനോയുടെ വാദം പൂർണ്ണമായിട്ടും അങ്ങ് തള്ളിക്കളയേണ്ടതല്ല. ഡിഫിക്കൽറ്റിയുടെ കാര്യത്തിൽ ഓൾമോസ്റ്റ് സെയിമാണ് എന്ന വാദം ഒരു വാദത്തിനെങ്കിലും അംഗീകരിക്കാവുന്നതാണ്. ഒരു അക്കാഡമിക് റിസർച്ച് ആവശ്യമായിട്ടുള്ള വിഷയവുമാണ്. പൂർണ്ണമായും കളിയാക്കി പുച്ഛിച്ച് തള്ളേണ്ടതല്ല അത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.